ദുൽഖറിനെയും പൃഥ്വിരാജിനെയും ഓപ്പറേഷൻ ന്യൂങ്കോറിൽ കുരുക്കാൻ കസ്റ്റംസ് പരാജയപ്പെട്ടതോടെ ഇതാ ഇപ്പോൾ സാക്ഷാൽ ഇഡി തന്നെ വന്നിരിക്കുകയാണ്. കസ്റ്റംസിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയതിന്റെ കൃത്യം അടുത്ത ദിവസമാണ് ഇഡിയുടെ രംഗപ്രവേശനം എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മമ്മൂട്ടി, ദുൽഖർ, പൃഥ്വിരാജ് എന്നിവരുടെ വീടുകൾ അടക്കം 17 ഇടങ്ങളിലാണ് ഒരേ സമയം ഇഡിയുടെ പരിശോധന. ഫെമ നിയമം ലംഘിച്ചുവെന്നാണ് ഇഡി പറയുന്നത്. എന്തായാലും കസ്റ്റംസ് ഇഡി പരിശോധനകൾക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടെന്ന് ആർക്കും ഒരു സംശയവുമില്ലല്ലോ അല്ലേ? സംശയം ഒന്നും വേണ്ട, കൃത്യമായ അജണ്ടയോടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സംഘപരിവാറിനെ നോവിച്ച എമ്പുരാൻ സിനിമ സംവിധാനം ചെയ്ത പൃഥ്വിരാജ്, തങ്ങളുടെ അജണ്ടകളിൽ അടങ്ങി നിൽക്കാതെ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ ദുൽഖർ, ഇവരെ പൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനാണ് ഇതെന്ന് വ്യക്തം. അവരെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക, അവർ രാജ്യദ്രോഹികളാണെന്ന് വിദ്വേഷക്കാർക്കും ഗോദി മീഡിയക്കാർക്കും പറഞ്ഞു നടക്കാൻ അവസരമുണ്ടാക്കുക. ലക്ഷ്യം ഇതൊക്കെയാണ്. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ടും വീണ്ടും കള്ളക്കളിയുമായി എത്തിയ കേന്ദ്ര ഏജൻസികളുടെ ഈ ഗൂഢ നീക്കങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്.